യോഗി ആദിത്യനാഥും അവരുടെ സർക്കാരും അയോധ്യയിലെ കൊള്ളക്കാർക്കൊപ്പം നിലയുറപ്പിച്ചതോടെ 8 മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ ബിജെപി ഭരണത്തിൽ നിന്നും താഴെ ഇറങ്ങാനുള്ള എല്ലാ പണിയും ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആകെയുള്ള 150 പേരിൽ വെറും 6 പേർ മാത്രമാണ് കൊള്ള നടത്തിയത് എന്ന യോഗിയുടെ ന്യായീകരണ വാക്കുകൾ യുപിയിൽ കാട്ടുതീ പോലെ പടരുകയാണ്. ഒപ്പം പ്രതിഷേധ കൊടുങ്കാറ്റ് അലയടിക്കുകയുമാണ്. നമ്മൾ കേരളീയർ എല്ലാം തന്നെ ഈ സംഭവത്തെ ആദ്യം മുതൽ തന്നെ ശബരിമല കൊള്ളയുമായിട്ടാണ് താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇന്നലെ കൂടുതൽ വ്യക്തമായതും. SITയെ പ്രഖ്യാപിച്ച യോഗി തന്നെ കൊള്ളക്കാരെ ന്യായീകരിച്ച് രംഗത്ത് വന്നതോടെ ജനങ്ങൾ ഒന്നടങ്കം ഇളകുകയാണ്. ഈ രാജ്യത്ത് വെറും 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJPയെ 300-ലധികം സീറ്റിലേക്ക് എത്തിച്ച രാജ്യത്തിന്റെ അധികാരം കൈയിൽ വെച്ച് കൊടുത്തത് അയോധ്യ ക്ഷേത്ര നിർമ്മാണവും ബാബരി മസ്ജിദ് തകർക്കലും ഒക്കെയാണ്. എന്നാൽ അതെല്ലാം ഭംഗിയായി നടത്തിയത് അതിൽ നിന്നും കൊള്ളയടിക്കാൻ ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായതോടെ ആ അധികാര കസേര അവർ തിരിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് ആദ്യ തിരിച്ചടി എന്നോണം UP തെരഞ്ഞെടുപ്പിൽ BJP അടിതെറ്റുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം ഈ അമ്പലക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന UP സർക്കാർ ചെയ്യുന്നത് SITയുടെ അന്വേഷണം വഴി തിരിച്ചുവിടുകയാണ്. അതായത് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെ വ്യക്തമായ പങ്ക് ഈ കൊള്ളയിലുണ്ട്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും VHP വൈസ് പ്രസിഡന്റും അതിലുപരി മോദിയുടെ വിശ്വസ്തനുമായ ചമ്പത് റായിയാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതിനാലാണ് ഭാരവാഹിത്വം രാജിവെച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡ്രൈവർ കൊള്ള നടത്തുന്നത് CCTVയിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. SIT അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തു. എന്നിട്ടും ഈ സംഘപരിവാർ ഉന്നത നേതാക്കളെ വെള്ളപൂശി നടക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇത് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനും ശബരിമലയുടെ കാര്യത്തിലും ചെയ്തത്. മുഖ്യമന്ത്രി തന്നെ പ്രതികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അവരിലൂടെ ജിയോളജി എടുക്കാൻ കഴിയാതെ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത്. 150 പേരുള്ളതിൽ വെറും 6 പേർ മാത്രമാണ് മോഷ്ടിച്ചത് എന്ന് സമ്മതിക്കുന്ന യോഗി ആദിത്യനാഥ് ആ 6 പേർക്കു പിന്നിൽ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിൽ നിന്നും SITയെ വിലക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അന്വേഷണം വെറും 6 പേരിൽ ഒതുക്കി വമ്പൻ സ്രാവുകളെയും സംഘപരിവാർ നേതാക്കളെയും രക്ഷപ്പെടുത്തുന്ന ജോലിയാണ് യോഗി ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്രത്തിലും UPയിലും ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളത് കൊണ്ടും അന്വേഷണ സംഘത്തെ എങ്ങനെ വേണമെങ്കിലും നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടും പ്രതികൾ എല്ലാം രക്ഷപ്പെടുമായിരിക്കാം. പക്ഷെ ഇത്രയും വലിയ വിശ്വാസത്തോടെയും ആരാധനയോടെയും കാത്തുസൂക്ഷിക്കുന്ന അയോധ്യ രാമക്ഷേത്രം മോഷ്ടിച്ചത് സംഘപരിവാർ നേതാക്കളും അവരെ രക്ഷിച്ചത് യോഗി ആദിത്യനാഥിന്റെ BJP ആണ് എന്നുകൂടി ഇന്നലത്തോടുകൂടി കൂടുതൽ വ്യക്തമായി കഴിഞ്ഞു. UPയിലെ ജനങ്ങൾ ഒന്നൊഴിയാതെ അത് വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, മോഷണം പിടിച്ച ജാള്യത മറക്കാൻ യോഗി നിലവിട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. അതായത് മോഷ്ടാക്കൾക്കെതിരെ കേസെടുക്കാത്ത സർക്കാർ അത് ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ കേസെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതോടെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനും UP മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് അതിശക്തമായ സമരവും ആരംഭിച്ചിരുന്നു. മോഷ്ടാക്കളുടെ യഥാർത്ഥ കഥകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് അഖിലേഷും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയ ഇതുവരെ തിരിച്ചു വരാനുള്ള അവസരം കിട്ടിയിട്ടുമില്ല. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാമെന്ന് കണക്കുകൂട്ടിയ BJPയെയും യോഗിയെയും അടപടലം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ അയോധ്യയിലെ ക്ഷേത്രക്കൊള്ള പുറത്തു വരുന്നിരിക്കുന്നത്. എങ്കിലും യോഗി ആദിത്യനാഥ് എന്ന സന്യാസി മുഖ്യമന്ത്രി കൊള്ളക്കാർക്കെതിരെ ആയിരിക്കും നിൽക്കുക എന്ന് ജനങ്ങൾ കരുതി. എന്നാൽ മുഴുവൻ വിശ്വാസികളെയും വേദനിപ്പിച്ചുകൊണ്ടാണ് യോഗി തന്റെ തീരുമാനവും എടുത്തത്. ഏതായാലും 150 ആളുകളിൽ 6 പേര് മാത്രമേ മോഷ്ടിച്ചിട്ടുള്ളൂ എന്ന് യോഗിക്ക് വലിയ പ്രശ്നമില്ല എങ്കിൽ അത് വിശ്വാസികൾക്ക് വലിയ വൈകാരിക പ്രശ്നം തന്നെയാണ്. അവർ കാത്തു നിൽക്കുന്ന ആ 6 പേരുടെ പിന്നിലുള്ള വമ്പൻ സ്രാവുകൾ തന്നെയാണ്.